മലയോര മേഖലയിലെ ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഭൂമിക എത്തിയിട്ടുള്ളത്. ചൂരലിലെ ഹരിതീർത്ഥക്കര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ അല്ല, അതിനടുത്തായിട്ട് നമ്മുടെ ജിജേഷ് സാറിൻ്റെ JDM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഫാം ഉണ്ട്. ആ ഫാമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഭൂമിക നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് ഫാമും അതിൻ്റെ കാഴ്ചകളും കാണാം. ജിജേഷ് സർ, ഭൂമികയിലേക്ക് സ്വാഗതം. സാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാമും അതിൻ്റെ ചുറ്റുപാടുകളും നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ടെക്നോളജി, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ, ബിസിനസ്, അങ്ങനെയൊക്കെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫാം, ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം എങ്ങനെയാണ് സാറിന് വന്നിട്ടുള്ളത്? ബേസിക്കലി ഞാനും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഞാനൊരു എൻജിനീയറാണ്, സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിരുന്നു. അപ്പോൾ എൻ്റെ വർക്കിംഗ് ടൈമിൽ നമ്മൾ മുന്നേ തന്നെ ഇങ്ങനൊരു നാട്ടിലൊരു അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചെറുപ്പം മുതൽ, മീൻസ് പഠിച്ചു തുടങ്ങിയ കാലത്ത് മുതലുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം എൻ്റെ അകത്ത് വർക്ക് ചെയ്തൊരു കംഫർട്ട് പൊസിഷനിലേക്ക് എത്തുമ്പോഴാണല്ലോ നമ്മളതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ആലോചിക്കുക. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റിനെ കുറിച്ചിട്ട് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അതങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 2-3 വർഷം നമ്മളിത് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. 2016 സ്റ്റാർട്ട് ചെയ്തിരുന്നു. മീൻസ് ഈ രീതിയിലുള്ള ഡയറി ഫാമോ മറ്റോ അല്ല, നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഫാമിങ്ങിലോട്ട് വന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത്ര ഈസി അല്ല ഫാമിങ് ചെയ്യുക എന്നത്. അത് തകർന്നു പോകാൻ വളരെ ഈസിയാണ്, പക്ഷെ പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ രീതിയിൽ വന്നപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് തന്നെ ഇൻവോൾവായി കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട്. എല്ലാവരും ഇതിനെപ്പറ്റി പഠിച്ച് നമ്മൾ മെല്ലെ മെല്ലെ അതിനൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. അതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ടെക്നോളജി ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നോർമലി നടക്കുന്നത് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാതെ ഭാവിയിൽ സക്സസ് ആകുന്ന രീതിയിലേക്ക് പ്ലേസ് ചെയ്യുക. ആ രീതിയിലാണ് നമ്മൾ ഈ ഫാമിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മളതിനെ ഈവൻ ഡയറി ഫാമിൽ നമ്മൾ പശുക്കളെ വാങ്ങി വളർത്തുന്ന ഒരു രീതിയാണ് പൊതുവേ കേരളത്തിലുള്ള ഒരു രീതി. പശുക്കളെ വാങ്ങുന്നു, വളർത്തുന്നു, നമ്മൾ പശുക്കളെ വിൽക്കുന്നു, അതൊക്കെ മാത്രമാണ് നടക്കുന്നത് കൂടുതലായിട്ട്. അത് നമ്മൾ പൊതുവേ സങ്കര ഇനം പശുക്കൾ, HF, ജേഴ്സി ബ്രീഡുകളിൽ ഹൈ പ്രൊഡക്ഷൻ നോക്കി നമ്മൾ തമിഴ്നാടെന്നോ കർണാടകയെന്നോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്ന് കൂടുതലായിട്ട് പശുക്കളെ കൊണ്ടുവരുന്ന രീതിയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു സസ്റ്റൈനബിലിറ്റി പ്രോബ്ലം നമുക്ക് തുടക്കത്തിലേ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മളുടേതായ പശുക്കൾ ഈ ഒരു കാലാവസ്ഥയിൽ നിൽക്കുക, അതിന് ആ പശുക്കൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി ഇൻ ദ സെൻസ് അവർക്ക് ഹെൽത്തിയായി ഇരിക്കുക, ആ പശുക്കൾ അസുഖങ്ങൾ പെട്ടെന്ന് വരാതിരിക്കുക, അതുപോലെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂടി ഉണ്ടാവും.
ഈ രീതിയിൽ എങ്ങനെ പശുക്കളെ ഉണ്ടാക്കിയെടുക്കാം എന്നതിലേക്കായി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ചിന്ത ആ രീതിക്കാണ് നമ്മൾ ഈ ഫാമിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മൾ നോർമലി കണ്ട് പരിചയിച്ച രീതിയിലുള്ളതല്ല, തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇവിടെയുള്ള പശുക്കൾക്കായാലും മറ്റ് ജീവജാലങ്ങൾക്കായാലും വളരെയധികം ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ചുറ്റുപാടും കണ്ടാൽ മനസ്സിലാവും. അപ്പം സാറ് പറഞ്ഞു അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്, മോർ ദാൻ ക്വാണ്ടിറ്റി. ഇവിടെ നമുക്ക് പശുക്കളെ പരിചരിച്ചു പോരുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫാമുകളെ അപേക്ഷിച്ച് തീർത്തും വ്യത്യസ്തമാണ്. അവരെ വളരെ ഫ്രീ ആയിട്ട് വിടുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മൂക്ക് കയറില്ലാതെയൊക്കെയാണ് നമ്മൾ ഇവിടെ പശുക്കളുടെ ഒരു പരിചരണ രീതി കണ്ടിട്ടുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി തിരഞ്ഞെടുത്തത്, അതിനെ കൊണ്ടുള്ള ഗുണവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്? ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഫസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് തുടങ്ങുന്ന അല്ലെങ്കിൽ ഡയറി ഫാം തുടങ്ങുന്ന സമയത്ത് നമ്മൾ നോർമൽ എവിടെയുള്ള പോലെ ഒരു HF ജേഴ്സി, ആ ഒരു സങ്കരയിനം പശുക്കളെ വളർത്തുക, ആ നോർമൽ രീതിയിൽ തന്നെയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് മനസ്സിലായി അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാൻ തുടങ്ങി. അതിനെ എങ്ങനെ നമ്മൾക്ക് അതിജീവിക്കാം ഭാവിയിൽ എന്നൊരു ചിന്തയിൽ നിന്ന് നമ്മൾ മെല്ലെ ഇവരെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആ പഠിച്ചതൊരിക്കലും നമ്മൾ പുസ്തകങ്ങളിൽ നിന്നല്ല പഠിച്ചത്, ഇവരുടെ സ്വഭാവത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പം ഞാൻ മുന്നേ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട്, ഞാൻ പശുക്കളെ അഴിച്ചു വിട്ട് നോക്കി അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കി. അപ്പോൾ അവർ പല പശുക്കളും, ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യരെ പോലെ നമ്മൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഫാൻ ഇടണം, ഒരേപോലെ AC വേണം, ഒരേ ടെമ്പറേച്ചർ അക്സെപ്റ്റബിൾ, അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. ചിലവർ ഫാൻ ഇട്ട സമയത്ത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു ഫാമിൽ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊന്നും ഇവിടെ വിഷയമല്ല. അവർ അന്തരീക്ഷത്തോട് സെയിം ഇതിൻ്റെ അകത്ത് അവർ അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിൽക്കണം. അതുണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. നമ്മൾ മനുഷ്യരായാലും അത് സ്ട്രെസ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്ട്രെസ്സാണ് ഇതിൻ്റെ ഏറ്റവും മേജറായ ഒരു പ്രോബ്ലം. നമുക്ക് ഈ പശുക്കൾക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ്ലെസ് ആകുക എന്നാണ് ഫസ്റ്റ് തന്നെ നമ്മൾ അസുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. അപ്പം നമ്മൾ കാണുന്നത് ചില പശുക്കൾക്ക് ഇഷ്ടം ചൂട് വെയിലത്ത് പോയി നിൽക്കാനാണ്, ചില പശുക്കൾക്ക് തണൽ ഓക്കെ, ചില പശുക്കൾ വെള്ളത്തിൽ തന്നെ ഇറങ്ങി നിൽക്കും. അപ്പം ഇങ്ങനെ ഒരേ ടെമ്പറേച്ചറിൽ ഒരേ എൻവിറോൺമെൻറ്റിൽ പല പശുക്കളും പല ബ്രീഡുകളും പല രീതിയിലുള്ള ബിഹേവിയറാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ ചെറിയൊരു മാറ്റം വരുത്തി ഓരോ സ്റ്റേജിൽ. അതായത് ചെറിയ കുട്ടികൾക്കൊരു സ്റ്റേജിൽ ചെയ്യുന്നത്, സെക്കൻഡ് സ്റ്റേജ് ഹീഫേഴ്സ് കിടാരികളൊക്കെ ആയ ഒരു സ്റ്റേജ്, തേർഡ് സ്റ്റേജ് പശുക്കളായിട്ട്, ഇങ്ങനെ 3 സ്റ്റേജിലും ചെറിയ മാറ്റങ്ങൾ വരും. അതിൻ്റെ അകത്ത് ആദ്യത്തെ നമ്മളിതിന് മൊത്തത്തിലൊരു പേരൊക്കെ ഇട്ട് ഞാനിത് പ്രസൻറ്റ് ചെയ്തിരുന്നു സ്റ്റേറ്റ് ലെവലിൽ പ്രസൻറ്റ് ചെയ്ത് ബെസ്റ്റ് പ്രസൻറ്റേഷൻ ഒരു അവാർഡൊക്കെ 2024 കിട്ടിയത്. സെൽഫ് റിക്കവറി പ്രോഗ്രാം ഫോർ കൗസ് എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പോൾ പശുക്കൾക്ക് എങ്ങനെ സ്വയം ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവറായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കുട്ടികളെ എവിടെയും കാണാത്തൊരു രീതിയാണ് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്ത് ഒരുമിച്ച് കുറേ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു ബോക്സിൻ്റെ അകത്തിടുക, അവർക്ക് കോമൺ ആയിട്ട് ഫീഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. ഇതിൽ ബേസിക്കായ ഒരു കാര്യമേ ഉള്ളൂ, ഇവരുടെ ഭാവിയിലെ സസ്റ്റൈനബിലിറ്റി, ഇവർ വലുതായാൽ വിജയിക്കുമോ ഇല്ലയോ എന്നത് ഇപ്പം തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായി കിടക്കാനുള്ള സ്ഥലവും സ്വന്തമായി ഭക്ഷണം കഴിക്കാനും കഴിവില്ലാത്ത ഒരു മൃഗത്തിന് ഒരിക്കലും വലുതായാലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഏജിൽ തന്നെ സ്വന്തമായിട്ടൊരു അവന് കിടന്നുറങ്ങാൻ ഇവരുടെ ഇടയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കാലിബർ ഉണ്ടാകണം. അതിൻ്റെ ഇടയിൽ അതുപോലെ സ്വന്തമായിട്ട് ഭക്ഷണം തേടിപ്പിടിക്കാനുള്ള ഒരു കാലിബർ, ആ ചെറിയ ഒരു കാലിബർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണിത്. അപ്പം അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അടുത്ത സ്റ്റേജിലോട്ട് നമ്മൾ പ്രൊമോഷൻ കൊടുക്കുന്നുള്ളൂ, അല്ലാത്തവരെ നമ്മൾ ഐറ്ററേറ്റ് ചെയ്ത് ഒഴിവാകും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഈഫേഴ്സ്
അതായത് ഇവർ അടുത്ത സ്റ്റേജിലോട്ട് പോയി. കുറച്ച് പവർഫുള്ളായ ആൾക്കാരാണല്ലോ വരുന്നത്. അവരെ ഈ എൻവയറമെൻറ്റ്, നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ ചേഞ്ചസാണ് സംഭവിക്കുന്നത്. ഇന്ന് ഇതേ വെയിലാണെങ്കിൽ നാളെ വരുന്ന മഴ ഇതിനേക്കാളും സ്ട്രോങ് ആയ മഴയാണ് വരുന്നത്. ഇതിനെയൊക്കെ താങ്ങാനുള്ള ഒരു ശേഷി ഇവർക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പിന്നീട് ചെയ്യുന്നത് ഇവരെ ഈ കാലാവസ്ഥയിലോട്ട് തുറന്നു വിടുക എന്നാണ്. മഴ കൊള്ളാൻ അനുവദിക്കും, വെയിൽ കൊള്ളാൻ അനുവദിക്കും, അതിന് നമ്മൾ തടസ്സങ്ങളൊന്നും ചെയ്യാതെ അവരെ വിടും. അങ്ങനെ അവർ ആ ഒരു സ്റ്റേജ് മൊത്തം അവരിതിനെ സർവൈവ് ചെയ്ത് ജീവിക്കുക ചെയ്യുക ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് പശുക്കളായി വരുന്നത്. പശുക്കളാകുമ്പോഴേക്കും അവർക്കൊരു ആരോഗ്യം ഓട്ടോമാറ്റിക്കലി ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ക്ഷീണം, ബുദ്ധിമുട്ടും ഉണ്ടാവും. ആ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ ഈ എൻവയറമെൻറ്റ്, അതായത് ഏറ്റവും ഫോർ എക്സാമ്പിൾ ഇന്ന് രാത്രിയിൽ ഭയങ്കര മഴയാണെന്ന് വിചാരിക്കുക. ഈ മഴയത്ത് കിടാരികളെ നമ്മൾ ചിലപ്പോൾ പുറത്തേക്കാണ് വിടുക. അതായത് ഏറ്റവും മോശം എൻവയറമെൻറ്റിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ വിടുകയാണ്. അതേസമയം പശുക്കളെ നമ്മൾ കംഫർട്ടബിളായ ഈ ഷെഡിൻ്റെ അകത്തോട്ട് ആ സമയത്ത് മാറ്റും. നേരെ തിരിച്ച് ഈ വേനലിലാണ് വളരെ ചൂട് കൂടിയ സമയമാണെങ്കിൽ ഈ പശുക്കൾ രാത്രിയിൽ പുറത്തോട്ടിറങ്ങും. അപ്പം അങ്ങനെ നമ്മൾ പശുക്കൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായ ഒരു എൻവയറമെൻറ്റും അതേസമയം മറ്റുള്ളവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് അവരുടെ ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു ക്വാണ്ടിറ്റിയെക്കാട്ടിലും ക്വാളിറ്റിയിലാണ് ഈ ഒരു ഫാമിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വിൽപ്പനയോ വാങ്ങലോ ഒന്നുമല്ല, ഇവിടെ തന്നെയാണ് ബ്രീഡിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡിങ് ആയാലും പ്രത്യേക രീതിയിൽ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പാലിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് സാർ പറഞ്ഞു. നമുക്ക് ഇന്ത്യൻ ബ്രീഡ്സിനെയാണ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ആ ബ്രീഡ്സിൻ്റെ പ്രത്യേകത അത് ആ പാലിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന്. പൊതുവേ സങ്കര ഇനം പശുവിൻ്റെ പാലിനെ നമുക്ക് നോർമലി വിളിക്കാൻ പറ്റുന്നത് A1 മിൽക്ക് എന്നാണ്. A1 ബീറ്റാ കസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് സങ്കര ഇനം പശുക്കളിലും അല്ലെങ്കിൽ HF ജേഴ്സി പോലെയുള്ള പശുക്കളിലും. എന്നാൽ ഇന്ത്യൻ പശുക്കളിൽ മാത്രമാണ് A2 ബീറ്റാ കസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളത്. അത് നമുക്ക് പൊതുവേ ഡൈജഷന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മൾ സയൻറ്റിഫിക്കലി ചെക്ക് ചെയ്ത ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ് എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളുടെ പാലിൻ്റെ ക്വാളിറ്റി ലെവലിൽ കുറച്ചുകൂടി ഹയർ ക്വാളിറ്റിയാണ്. പക്ഷേ ഇന്ത്യൻ പശുക്കൾ പൊതുവെ ജനറേറ്റ് ചെയ്യുന്ന മിൽക്ക് ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു മാർക്കറ്റാണ് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ട് കൂടിയുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റിലേക്ക് മറ്റൊരാളായിട്ട് വരുന്നതിനേക്കാൾ ഉപരി നമ്മൾ വളരെ വേക്കൻ്റായ ഒരു ഏരിയ ആണ് നമുക്ക് ഈ പറയുന്ന പോലെ ക്വാളിറ്റി ബേസ്ഡ് ആയ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്തരം പശുക്കൾ അവൈലബിൾ അല്ല. ആ പശുക്കൾ നമ്മൾ ജനറേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ പറയുന്ന കംപ്ലീറ്റ് ഈ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് ഇതിന് ഔട്ട്പുട്ട് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബ്രീഡിങ്ങിലോട്ട് വന്നത്. അപ്പം ബ്രീഡിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ പശുക്കളിലോട്ട് വരുമ്പോൾ തന്നെ ഇന്ത്യൻ പശുക്കൾ ഇന്ത്യയിൽ ഒരുപാട് ബ്രീഡുകളുണ്ട്. അപ്പം നമ്മൾക്ക് വെറുതെ ക്വാളിറ്റി മാത്രമുള്ള പാല് കിട്ടിയാൽ പോരാ, അത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും വേണം, നല്ല മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യൻ ബ്രീഡുകളിൽ അത്തരത്തിൽ ക്വാണ്ടിറ്റി മിൽക്ക് തരുന്ന ബ്രീഡുകളെ നമ്മൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം നമ്മൾ ഒരുപാട് ആളുകൾ കൊണ്ട് ചെയ്തതാണ്. ഗവേഷണങ്ങൾ നമ്മൾ കുറേ കാലം പഠിച്ചു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡാറ്റയുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആയത് എന്തെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ ആ രീതിയിലാണ് ഗീർ, സൈവാള്, താർപ്പാർക്കർ ഈ തുടങ്ങിയ ചില ബ്രീഡുകൾ കൂടുതലായിട്ട് നമുക്ക് പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങനെയുള്ള ഡാറ്റാസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ പാലിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഫോക്കസിലോട്ട് വന്നത് ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. അങ്ങനെയാണ് ബ്രീഡിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്. അപ്പോൾ 2 തരത്തിലുള്ള ഇന്ത്യൻ ബ്രീഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മളിവിടെ ഒരു ടൂറിസം ബേസ്ഡ് ആയിട്ട് ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്
അവർക്ക് പരിചയപ്പെടാൻ പറ്റുന്ന പല രീതിയിലുള്ള ഇന്ത്യൻ ബ്രീഡുകൾ. അത് നമ്മൾ ഒരുപാടൊന്നും ബ്രീഡ് ചെയ്യുന്നില്ല. അവർക്ക് കാണാൻ 1 or 2 പീസ് അല്ലേ, 1 or 2 പിന്നെ പശുക്കളെ നമ്മളൊരു ബ്രീഡിൽ കീപ്പ് ചെയ്യും. അത് മറ്റുള്ളവർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം ഗീർ പോലെയുള്ള ബ്രീഡുകൾ, റെഡ് സിന്ധി പോലെയുള്ള ബ്രീഡുകൾ നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് പാലുൽപാദനത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ റിസൾട്ടും നമുക്ക് ഇപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് വെച്ചാൽ പൊതുവേ HF ജേഴ്സി പോലെയുള്ള പശുക്കൾക്ക് ഇന്ത്യയിലെ ഇവിടെയുള്ള ആവറേജുകൾ നമ്മൾ 18 ലിറ്റർ മുതൽ 20-25 ലിറ്റർ വരെയൊക്കെയാണ് പൊതുവേ ക്വാണ്ടിറ്റി ഉള്ള പശുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാലിൻ്റെ അളവ് ഒരു ദിവസം. നമുക്ക് ഏകദേശം ഇന്ത്യൻ ബ്രീഡുകളിൽ നിന്നും ഒരു ആവറേജിൽ ഓൾമോസ്റ്റ് അവിടെ എത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ത്യൻ ബ്രീഡുകളാകുമ്പോൾ കുട്ടികളെ കുടിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് കറക്കാൻ പറ്റൂ. മറ്റവരെ വീനിങ് മെത്തേഡ് എന്നാ പറയുക, കുട്ടികളെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ കറക്കുന്നത്. അപ്പോൾ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരു 20 ലിറ്റർ പാല് കറന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാൻ ഒരു 5-6 ലിറ്റർ പാല് നമ്മൾ ഇതിൽ നിന്ന് എടുക്കണ്ടേ എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അത് 15-16 ലിറ്റർ മാത്രമാണ്. അതേസമയം ഇന്ത്യൻ ബ്രീഡ് 15-16 ലിറ്റർ തന്നിട്ട് കുട്ടീനെ കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ റിസൾട്ട് തന്നെയല്ലേ. നമുക്ക് എൻഡ് റിസൾട്ടിൽ നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടീനെ കെയർ ചെയ്യുന്ന ജോലി ആ അമ്മ ഏറ്റെടുക്കും. മറ്റു കേസിൽ വീനിങ് മെത്തേഡിൽ കുട്ടീനെ കെയർ ചെയ്യുന്ന ജോലി നമ്മളുടേതാണ്. പക്ഷെ ഇന്ത്യൻ ബ്രീഡുകളാകുമ്പോൾ കുട്ടീനെ കെയർ ചെയ്യുന്ന ജോലി ആ പശുവിൻ്റെതായി മാറും. നമ്മൾ ആ പശുവിൻ്റെ ഒരു കറവ കാലയളവ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു കുട്ടി വളർന്നു ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മളുടെ ബ്രീഡിങ്ങിൻ്റെ ഒരു പോളിസി. നമ്മളിവിടെ ശേഖരിക്കുന്ന പാല് ഒരു ബ്രാൻഡായിട്ട് വിപുലീകരിക്കാനുള്ള ഒരു പ്ലാനിലാണല്ലോ. അപ്പം ഇപ്പം ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നുള്ള ഒരു റെസ്പോൺസ്? നമുക്ക് ശരിക്ക് ക്വാളിറ്റി ബേസ്ഡ് നമ്മൾ ചെയ്തതിനൊരു റിസൾട്ട് കഴിഞ്ഞൊരു വർഷം നമ്മൾ ചെക്ക് ചെയ്ത പോലെ നമുക്ക് കുറച്ച് റിസൾട്ട് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് നെയ്യാണ്, 2 തൈര്, മോര്, പാൽ, ഇങ്ങനെ 4 രൂപത്തിലാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 രൂപത്തിലും നമ്മൾക്ക് ഫീഡ്ബാക്ക്സ് വളരെ പോസിറ്റീവാണ്. അതിനകത്ത് നെയ്ക്ക് നമ്മൾ ഒരിക്കലും ഒരു അഡ്വർടൈസ്മെൻറ്റോ മറ്റൊരു രീതിയിലും നമ്മളത് ചെയ്യാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും നെയ്യ് നമുക്ക് സെയിൽസായി പോകുന്നുണ്ട്. അത് തന്നെ കൊറിയർ ചെയ്തിട്ട് നമ്മൾ ബാംഗ്ലൂരോ ട്രിവാൻഡ്രം, ചെന്നൈ പോലെയുള്ള ടൗണുകളിലുള്ള സുഹൃത്തുക്കൾ വഴിയുള്ള കോണ്ടാക്ട്സിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. ഈവൻ ഇന്ത്യക്ക് വെളിയിൽ പോലും നമുക്ക് റിക്വയർമെൻറ്റ്സ് വരും. അവരെടുക്കുന്ന വളരെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടി. രണ്ടാമതും ജർമ്മനിയിലുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു ഫ്രണ്ട് വഴി നമുക്കൊരു കഴിഞ്ഞ വർഷം കിട്ടി. അത് ഈ വർഷവും റിപ്പീറ്റഡ് ആണ്. അവരെടുക്കുന്ന ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. ഒരു തവണ വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെയും വാങ്ങുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ എങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ്, ഏത് രീതിയിലാണ് വിപണി കൈകാര്യം? നമ്മൾ ഒരിക്കലും നമ്മൾ ഒരു വലിയ മാർക്കറ്റിലോട്ട് ഇതുവരെ നമ്മൾ പോയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടേതായ നമ്മൾ ഈ ജനറേറ്റ് ചെയ്യുന്ന ഒരു റെപ്ലിക്കേഷൻ അല്ല, ഇതിൻ്റെ ഒരു ഇത് ഓൾറെഡി എവിടെയെങ്കിലും എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ഒരു മാർക്കറ്റ് അല്ലല്ലോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇത് അക്സെപ്റ്റബിൾ ആണോ, ഇത് നമ്മൾ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ ലേബലിങ് അല്ലെങ്കിൽ ഇത് പാക്കിങ് ചെയ്യേണ്ടത്, ഇതിലെല്ലാം നമുക്ക് കൺഫ്യൂഷനുണ്ട്. ഇത് പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അപ്പം വരുന്ന കോസ്റ്റ്, ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ സൊല്യൂഷൻസ് ആയി വന്നു കഴിഞ്ഞാലേ നമ്മൾ മാർക്കറ്റിലോട്ട് അത് വരുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പറഞ്ഞാൽ ഒരു ബൾക്ക് മാർക്കറ്റിലോട്ടൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ കോണ്ടാക്ട്സിൽ രണ്ടാമത് ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഈ ഫാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇവിടെ ഒരു ടൂറിസം നമ്മൾ ഇതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് ആ നിലക്കുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് ഒരു 6 മാസം വരെ, അതായത് ജൂൺ മുതൽ നമുക്കൊരു ഡിസംബർ വരെ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഈ പ്രോഡക്റ്റ്സ് ഒന്നും ഒരിക്കലും പുറത്തേക്ക് എടുത്തിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ വരുന്നവർ തന്നെ പർച്ചേസ് ചെയ്ത് പോകാം. ഇപ്പോൾ കാണുന്ന ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നവരൊക്കെ വരാൻ പോകുന്ന പശുക്കളും കിടാരികളും ഉള്ളവരാണ്. അത് നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഫാമിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഈ ബാച്ചുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത കുറേ കിടാരികളും ഇതൊക്കെ വളർന്ന് പ്രഗ്നൻസിയിലുള്ളവരാണ്. അപ്പോൾ ഇനി വിത്തിൻ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആവും.
അപ്പോൾ അതിൽ നിന്ന് വീണ്ടും നമ്മളെപ്പോഴും നമ്മളടുത്ത് HF ജേഴ്സിയൊക്കെ ഉണ്ട്, സങ്കരയുന്നുണ്ട്. അപ്പോൾ ആ പാലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്ത് ഏറ്റവും മിൽക്കിൽ നമുക്ക് വരും. അതിന് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിങ് ഗ്രാജ്വലി മാത്രമേ ചെയ്യൂ. ഒറ്റ ഒരു സ്റ്റെപ്പിൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങോ ഉണ്ടാവില്ല. മെല്ലെ മെല്ലെ ചെയ്യും. JDM ഫാമും അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി ഭൂമികയിൽ വീണ്ടും കാണാം.